നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവ് പുനരുത്ഥാനത്തിൻ്റെ ആത്മാവിനെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ പുനരുത്ഥാനത്തിൻ്റെ ആത്മാവിനെ പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? റോമാലേഖനമൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേന് അതിനകത്ത് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ആത്മസ്വഭാവമുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. ജഡത്തിലെ ആരാധനയും ജഡത്തിലെ പാട്ടും ജഡത്തിലെ ഒന്നും പ്രാർത്ഥനയൊന്നും ദൈവത്തിന് പ്രസാദമേ അല്ല. മറിച്ച് നമ്മുടെ പാട്ടുകളും നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ നാം ആത്മാവിനെ അനുസരിക്കുന്നവരാകണം. നമ്മുടെ പാട്ടുകളെല്ലാം ആത്മാവിൽ നിന്ന് ഉയരുന്നതാകണം. നമ്മുടെ ആത്മീയ ഗോളത്തിനകത്ത് വന്നു പോകുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണ്. പല നേതാക്കന്മാരും പറയുന്ന വാക്കുകൾ നമ്മൾ അനുസരിക്കാറുണ്ട്. പക്ഷേ ഈ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരുന്ന് സംസാരിക്കുന്നത് അനുസരിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് ഇല്ലാതായിപ്പോയി. അതാണ് ദൈവമക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അനുസരിക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ കാരണം നമ്മളതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നില്ല. ആരായി പരിശുദ്ധാത്മാവ്? എന്താ പരിശുദ്ധാത്മാവിൻ്റെ മൂല്യം? ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ട്, നമ്മുടെ കയ്യിൽ ഒരു 1000 രൂപ ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ പോക്കറ്റിനകത്തോ നമ്മുടെ പേഴ്സിനകത്തോ. പക്ഷേ ഈ 1000 രൂപയുടെ മൂല്യം നമ്മുടെ അകത്ത് ചിന്തയിലുണ്ട്. 1000 രൂപ. അപ്പം 1000 രൂപ വെച്ചുകൊണ്ട് കിടക്കുന്ന നമ്മൾ പല രീതിയിലും 1000 രൂപയുടെ വില അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നടക്കും. പോക്കറ്റിനകത്തിടാം, പേഴ്സിനകത്തിടാം, ചിലപ്പോൾ കയ്യിൽ എങ്ങനെയാണോ വെച്ചുകൊണ്ട് നടക്കും. പക്ഷേ ആ സ്ഥാനത്ത് ഒരു 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഇരിക്കുവാണെങ്കിൽ 1000 രൂപ കൊണ്ട് നടക്കുന്നത് പോലത്തെ മനോഭാവത്തിലല്ല നമ്മൾ കൊണ്ട് നടക്കുന്നത്. 1000 രൂപയും കൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ വെറുതെ പോയി നിൽക്കും, ചന്തയിൽ വെറുതെ കയറിപ്പോകും, പലയിടങ്ങളിൽ നമ്മൾ. പക്ഷേ 30 ലക്ഷം രൂപ കയ്യിലുള്ളവൻ ചായ കുടിക്കാൻ പോയതുപോലെ പോകത്തില്ല. അവൻ ചന്തയ്ക്കകത്ത് 1000 രൂപ ഉള്ളവനെ പോലെ കയറി പോകത്തില്ല. കാര്യം അവൻ്റെ കയ്യിലിരിക്കുന്ന മൂല്യം 1000 രൂപയല്ല, 30 ലക്ഷമാണ്. ആ ഉത്തമ ബോധ്യമുള്ളവൻ അത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ മാത്രമേ പോവാറുള്ളൂ. നമ്മളെ ദൈവമക്കള് ഈ ഒരു മനോഭാവത്തിൽ ഇന്നുവരെ വളർന്നിട്ടില്ല. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ഇന്നും ആത്മീകരായിട്ടുള്ള ശിശുക്കളാണ്. നിങ്ങൾ വളരേണ്ട രീതിയിൽ വളർന്നിട്ടില്ല. 1000 രൂപയുടെ മൂല്യവും 30 ലക്ഷത്തിൻ്റെ മൂല്യവും തമ്മിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ വളരെ വളരെ ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഈ ഉലകത്തെ സൃഷ്ടിച്ച സർവശക്തനായ സൃഷ്ടിയുടെ ഉടമസ്ഥനായ കർത്താവ് നമ്മുടെ അകത്ത് വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊരു അനുഭവം നമ്മുടെ ജീവിതത്തിനകത്തിന് ഇല്ല. ദൈവമക്കളെ, എന്തും വില കൊടുത്ത് നമ്മൾ ഈ ആത്മാവിനെ സൂക്ഷിക്കണം. ആത്മാവ് പറയുന്നിടത്തേ നമ്മൾ ചലിക്കാവൂ. ആത്മാവ് പറയുന്നതേ നാം കേൾക്കാവൂ. ആത്മാവ് പറയുന്നതേ നാം ചെയ്യാവൂ. അങ്ങനെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്ത് നമ്മുടെ ജീവിതം വരുമ്പോഴാണ് നമ്മുടെ നാവിൽ നിന്ന് ഉയരുന്ന പാട്ടുകൾ, ആരാധനകൾ എല്ലാം ദൈവത്തിന് പ്രസാദമായി മാറുന്നത്. ആത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ലേ അല്ല.